ഹലോ ഓൾ. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ UK വന്നിട്ട് ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് ഒക്കെയുള്ള കുറച്ച് ഗ്ലിംസസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു വീഡിയോ ഇറക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമില്ല. ജസ്റ്റ് ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. റൂം കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇനി ചെയ്യാം. അതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ ചെയ്യാം. ഇന്ന് ഈവനിങ് നമ്മൾ ചെയ്തതും സ്പെൻഡ് ചെയ്തതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അസ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഹൈലൈറ്റ് അസ്മയുടെ ബർത്ത്ഡേ തന്നെയാണ്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂ കേട്ടോ. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ കോലാഹലമാണ് കേട്ടോ അത്. അപ്പോൾ ചിക്കൻ കറി നമുക്ക് പിറ്റേ ദിവസത്തേക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആസ്മിയുടെയും പിന്നെ അഷ്ന ജാക്സൺ, ജാസിക്ക, ഷെമി ഇവരെല്ലാവരും നിൽക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അസ്മിക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഓൾറെഡി വാങ്ങിയിട്ട് ആഷ്നയും ജാക്സൺ ചേട്ടനും ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സർപ്രൈസ് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ഇറങ്ങാണ് കേട്ടോ. ഈ ബാങ്കിന്റെ ഉള്ളിൽ കയറണം എന്നാണ് എൻ്റെ അന്ത്യാഭിലാഷം. ഹലോ. അപ്പൊ നമ്മള് ബർത്ത്ഡേ ഗേളിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ ബർത്ത്ഡേ ഗേളിന് നമ്മൾ ഒരു ട്രിക്ക് ഒപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോഴാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മേലെ ആഷ്നയുടെ റൂമിൽ വന്നിട്ട് നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിനി പുറത്തു പോയി ഒന്ന് കറങ്ങി വരുമ്പോഴായിരിക്കും ഇങ്ങനൊരു സെലിബ്രേഷൻ പാർട്ടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. ഞാൻ കഴിച്ചു. വയറ് ഫുള്ളായിട്ടായിരുന്നു. പൊയ്ക്ക ഞാൻ ഫുഡ് കഴിച്ചാ ഇല്ല. ഹേസു ഹേസു അപ്പോൾ ബർത്ത്ഡേകൾ വരുന്നതിന് മുന്നേ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യണം. ഇതുപോലെ ക്യാൻഡിൽസ് ഉണ്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ കേക്ക് ഓപ്പൺ ചെയ്യാണ്.
ഹൈസു ഹാപ്പിയാണ്. ഹൈസു ഇസ് വെരി ഹാപ്പി. നമ്മളെ ബർത്ത്ഡേകൾ വരുമ്പോൾ കിട്ടില്ല. പറ്റല്ലേ എനിക്ക് ഞാൻ ക്യാൻഡിൽ കത്തിക്ക് വണ്ടി. ഹാപ്പി ബർത്ത്ഡേ. അയ്യേ അത് സാരല്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നാളെയാണോ അറിയാം. എന്നാലും Happy birthday to you. Happy birthday to you. Happy birthday for us, me. Happy birthday. ഒന്നും കാണുന്നില്ല എന്ന്. അയ്യോ എനിക്കാണോ ആദ്യമായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഞാൻ കഴിച്ചു. എന്റെ ആഗ്രഹമായിരുന്നു യുകെയിൽ എത്തണമെന്ന്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് അടുത്ത ബർത്ത്ഡേ യുകെയിൽ അയക്കണം എന്ന്. കഴിഞ്ഞ വർഷം ഞാൻ വീട്ടിൽ വെച്ച് കേക്കൊക്കെ മുറിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ യുകെയിൽ അയക്കണം, ഇവിടെ ആവാൻ പാടില്ല എന്നൊരു ആഗ്രഹമായിരുന്നു. ഞാൻ വെരി ഹാപ്പി. ഞാൻ യുകെയിലാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഓൾമോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടായോ? ആ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ്. അതെ അതെ അതെ. അങ്ങനെ നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കാൻ പോവുകയാണ്. ജൂലൈ 9th ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. എനിക്കത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.